നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ എന്ന മഹാമാരി ലോകത്തെ കീഴടക്കുമ്പോൾ എല്ലാവരും പറയുകയാണ് അകലം പാലിക്കുക. അകലം പാലിച്ചുകൊണ്ട് അടുക്കാം എന്നതാണ്. എന്നാൽ ഓരോ പ്രവാസികൾക്കും ആ അകലം ഏറെ വേദന ഉളവാക്കുന്നതാണ്. അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കി തരുന്ന വിധത്തിൽ ഒരു ചിത്രം സോഷ്യൽ മീഡിയകളിൽ വളരെ വൈറലാക്കുകയുണ്ടായി. പൊഴിഞ്ഞു വീണ കരിയിലകൾക്ക് ഹൃദയത്തിന്റെ ഒരു ചിത്രം. ദുബായിൽ ശുചീകരണ തൊഴിലാളിയായ ഒരാൾ തന്റെ ജോലിക്കിടെ വഴിയരികിൽ പൊഴിഞ്ഞു വീണ കരിയിലകൾ കൊണ്ട് ഹൃദയത്തിന്റെ ചിത്രം വരച്ചു. കുറച്ചു നിമിഷങ്ങൾ മാത്രം ആ ചിത്രം നോക്കി നിന്ന ശേഷം അയാൾ കരിയിലകൾ നീക്കം ചെയ്ത് വീണ്ടും ജോലി തുടരുകയുണ്ടായി. നിഷ്കളങ്കത വ്യക്തമാക്കുന്ന ആ ചിത്രം വ്യാപകമായി തന്നെ പ്രചരിച്ചു. നമ്മുടെ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തു. നിരവധി ആളുകൾ അദ്ദേഹത്തെ അന്വേഷിച്ചു, ഒടുവിൽ കണ്ടെത്തുകയായി. ദിവസങ്ങളോളം സോഷ്യൽ മീഡിയ തിരഞ്ഞ ആ വൈറൽ വ്യക്തി ഒരു ഇന്ത്യക്കാരനാണ്. പിറന്ന മണ്ണും കുടുംബവും ഉപേക്ഷിച്ച് ഗൾഫിലേക്ക് വിമാനം കയറുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുടെ പ്രതിനിധിയാകുന്നു അദ്ദേഹം. തന്റെ ഒരു ദിവസത്തെ ഓഫീസ് ജോലികൾ തീർക്കുന്ന തിരക്കിനിടയിൽ നസ്മ ഫറാഹത്ത് എന്ന വ്യക്തി ജനാലയിലൂടെ ഒരു കാഴ്ച കണ്ടു. ശുചീകരണ തൊഴിലാളിയായ ഒരാൾ നിലത്ത് വീണ് കിടന്ന കരിയിലകൾ ചേർത്ത് വെച്ച് ഹൃദയത്തിന്റെ ആകൃതി ഒരു ചിത്രം നിർമ്മിക്കുന്നു. കൗതുകം ജനിപ്പിച്ച ആ രംഗം നസ്മ ക്യാമറയിൽ പകർത്തി. പിന്നീട് സാമൂഹിക മാധ്യമങ്ങളിൽ ചിത്രം വളരെ വൈറലാകുകയായിരുന്നു. നിരവധി അന്വേഷണങ്ങൾക്കൊടുവിലാണ് അബുദാബി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് മാധ്യമം ദ നാഷണൽ ശുചീകരണ തൊഴിലാളിയായ ആ വ്യക്തിയെ കണ്ടെത്തിയത്. തെലങ്കാനയിൽ നിന്നുള്ള രമേശ് ഗംഗാരാജം ഗാന്ധി എന്ന യുവാവാണത്. ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയുടെ ഹൗസ് കീപ്പിംഗ് ജോലിക്കായി 10 മാസം മുമ്പാണ് നാടുവിട്ട് ഗാന്ധി വിദേശത്തെത്തിയത്. UAE വരുന്നതിന് 1 മാസം മുമ്പായിരുന്നു ഗാന്ധിയുടെ വിവാഹം. വിവാഹശേഷം അധികം വൈകാതെ തന്നെ വീട്ടുകാരെ ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് യാത്ര പുറപ്പെടേണ്ടി വന്നു. അപ്രതീക്ഷിതമായി കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടതോടെ നാട്ടിലെത്താൻ കഴിയാത്ത ഏതൊരു പ്രവാസിയെയും പോലെ ഗാന്ധിയും കുടുംബത്തെ ഓർത്ത് നൊമ്പരപ്പെടുകയുണ്ടായി, ഒപ്പം ആശങ്കപ്പെടുകയും. ആ ദിവസത്തെ ജോലിക്കിടെ ഭാര്യയെ പറ്റി ആലോചിക്കുകയും കുറച്ചു സമയം അവർക്കൊപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അതിയായി ആഗ്രഹിക്കുകയും ചെയ്തതായി ഗാന്ധി ഓർത്തെടുക്കുകയാണ്. തന്നെ പോലെ ഒട്ടേറെ പ്രവാസികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പിരിഞ്ഞിരിക്കുന്നതിൽ വിഷമിക്കുകയാണെന്നും ഗാന്ധി നാഷണലിനോട് പറയുകയുണ്ടായി. അങ്ങനെ ജൂലൈ 19 ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഫോട്ടോ വൈറലാകുകയും നിരവധി ആളുകൾ നസ്മയോട് ഫോട്ടോയിലെ വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി ഈ ചിത്രം പങ്കുവയ്ക്കുകയായിരുന്നു. ഒടുവിൽ ദിവസങ്ങൾക്കിപ്പുറമാണ് സോഷ്യൽ മീഡിയയിലെ വൈറൽ വ്യക്തിയെ തിരിച്ചറിഞ്ഞത്. കോവിഡ് പ്രതിസന്ധിയിലാക്കിയ പ്രവാസി സമൂഹത്തിന്റെ പ്രതിനിധിയാണ് രമേശ് ഗംഗരാജം ഗാന്ധി. ഇദ്ദേഹത്തെ പോലെ നാടണയാൻ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ കൊതിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾ ഇപ്പോഴും ഗൾഫിലുണ്ട് എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാകുകയാണ് ഗാന്ധി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.